ഗുരുഭക്തരെ, ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഹ്രസ്വമായ ദൃശ്യാവിഷ്കാരം 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വർക്കല ശിവഗിരിയിൽ 1922 കാലഘട്ടത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെയും, അതായത് ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും നാരായണ ഗുരുകുല സ്ഥാപകനുമായ നടരാജ ഗുരുവും തമ്മിലുള്ള ഒരു നിർണായക കൂടിക്കാഴ്ചയുടെയും സംഭാഷണത്തിൻ്റെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ കൂടിക്കാഴ്ച നടരാജ ഗുരുദേവനിൽ നിന്ന് സന്യാസം സ്വീകരിച്ചതിന് ശേഷം 4 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ നടരാജ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്ന വണ്ണം ശ്രീനാരായണ ഗുരുമിഷന്റെ കലാവിഭാഗമായ ഗുരുപ്രഭയിലെ കലാകാരന്മാർ ഒരു എളിയ ശ്രമത്തോടെ സാങ്കേതിക പരിമിതിക്കുള്ളിൽ നിന്ന് അവതരിപ്പിക്കുന്നു. സാവധാനത്തിലുള്ള യാത്രയുടെ ആ ദിവസങ്ങളിൽ യാത്രയ്ക്ക് 24 മണിക്കൂറോ അതിൽ കൂടുതൽ എടുത്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പുലർച്ചെ 3 മണിക്ക് കൊല്ലത്തു നിന്ന് പുറപ്പെട്ട പാസഞ്ചർ ട്രെയിൻ കയറിയത് ഞാൻ ഓർക്കുന്നു. നേരം പുലരാൻ 1 മണിക്കൂറോ മറ്റോ ഉള്ളപ്പോൾ വർക്കല സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. എനിക്ക് പറയത്തക്ക ലഗേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫെറസ് സൾഫൈഡ് രുചിയിലുള്ള നീരുറവ വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞ തുണിയും ചുറ്റി കയ്യിൽ നനഞ്ഞ ഷർട്ടുമായി ഓടുപാകിയ പർണശാല എന്നറിയപ്പെടുന്ന ഗുരു വിശ്രമിക്കുന്ന ഇടത്തേക്ക് ഞാൻ കടന്നു ചെന്നു. ഈയിടെയായി എനിക്ക് ഒരുപാട് ആശയങ്ങളും പദ്ധതികളും സംശയങ്ങളും മനസ്സിലൊട്ടുവരും. ലോകമെമ്പാടുമുള്ള അന്വേഷകർക്ക് ബ്രഹ്മവിദ്യ പഠിക്കാൻ ഇവിടെ ഒരു ആഗോള തലത്തിലുള്ള ഒരു പഠന കേന്ദ്രം ആരംഭിക്കാനുള്ള എൻ്റെ പക്കലുള്ള ഒരു ലളിതമായ പദ്ധതിക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വേറിട്ട അതുല്യമായ വിദ്യാലയത്തെ നാരായണ ഗുരുകുലം എന്ന് വിളിക്കാനും കഴിയണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് പറയൂ. വർഷങ്ങളായി പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പരമ്പരാഗത അധ്യാപന രീതിയും പഠന രീതിയും പതുക്കെ നഷ്ടപ്പെടുകയാണെന്ന് തോന്നുന്നു സ്വാമി. ഒരു ഉപനിഷത്ത് രീതിയിലുള്ള അധ്യാപനവും അർപ്പണമുള്ള ഗുരുവും അന്വേഷകരും ഒരു കുടക്കീഴിലുള്ളവർക്ക് അടിയന്തരമായി അഭിവൃദ്ധിയിലേക്കുള്ള ഒരു പുനരുജ്ജീവനം ആവശ്യമാണ്.
എനിക്കിപ്പോൾ തോന്നുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ആശയം നല്ലതാണ്, കൊള്ളാമല്ലോ. നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷേ നിർദ്ദിഷ്ട ഗുരുകുലം പ്രവർത്തിക്കുമ്പോൾ ഒരാൾ പാലിക്കേണ്ട ലളിതമായ 3 നിയമങ്ങൾ ഓർക്കുക. ഇനി പറയുന്നത് 3 മാർഗനിർദ്ദേശങ്ങളാണ്. ഗുരുവും വിദ്യാർത്ഥികളും ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ അവർ ഒരു കുടുംബം പോലെ നിലനിർത്തി ഒരുമിച്ച് ജീവിക്കണം. ലോകം മുഴുവൻ ആത്യന്തികമായി ഒരു ഗുരുകുലമായി രൂപാന്തരപ്പെടണം. വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്. ആദ്യത്തെ 2 നിർദ്ദേശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഗുരു. അവ്യക്തതയോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകാതിരിക്കാൻ 3ാമത്തെ മാർഗനിർദ്ദേശം ഒന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാം ഗുരു. അന്വേഷകൻ ഗുരുകുലത്തിൽ പഠിക്കാൻ വരികയും പിന്നീട് അവൻ അല്ലെങ്കിൽ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു തടസ്സമാകരുത്. ഗുരു പറയുന്ന കാര്യം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ ഞാൻ പാലിക്കും. ഭാവി ഗുരുപരമ്പരയ്ക്കും ഇതേ നിയമങ്ങൾ പാലിക്കാൻ ഞാൻ നിർദ്ദേശിക്കും ഗുരു. Hello. Ellarkum namaskaram. A very good evening to you all. So we welcome you to the centenary celebrations of Narayana Gurukula at Varkala. എൻ്റെ പേര് ഷീഗീത അജിത്. So I'll be your host for this evening. നാരായണ ഗുരുകുല സെന്റിനറി 100ാം വാർഷികം ആഘോഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. So just to give you an overview, Narayana Gurukulam Foundation was established in 1923 by Nadaraja Guru, the direct disciple of Sri Narayana Guru. This is a Guru-disciple foundation for teaching unity of understanding and universal brotherhood. A contemplative education center for advanced study in philosophy and other related subjects in the light of Narayana Guru's teaching. The fraternity is open to all without discrimination of caste, religion, gender and nationality. The Narayana Gurukulam at Varkala is the center of excellence of propagating Gurudevan's teachings to the world stage, and this is the official headquarters of the Gurukula movement. I do believe some of you might have already visited the Gurukulam in Varkala. It is a beautiful place with beautiful nature and peaceful atmosphere. It is also known to be the best place to learn Vedas and Indian philosophy. More information on this and sketches will be shared later in this event. So without further ado, let's start our program by lighting the lamp. President, General Secretary,
The next, we have the prayer. So I invite Mrs. Valsamma Thangappan, Mrs. Sulojana Sridharan, Mrs. Prasanna Vijaykaran, Mrs. Rohini Vasudevan, and Mrs. Sumati Nair. Chidananda, Daya Sindho.
ശാന്തി ശാന്തി ശാന്തി. Thank you, son. That was not bad for an 86-year-old man. Yeah, full of knowledge, full of power and enthusiasm still. He talked about sharing wisdom. If you look around us, you've got an exhibition of 100 slides. That's 100 illuminations representing Atmopadesha Shadam, which is 100 verses of self-instruction as told by Sri Narayana Guru. It was actually an artist called Andrew Larkin, an American, who did these images and has been working on this for the last 30 years. The same exhibition will be displayed at the next convention in Gurugram at the end of this year. So, for somebody who spends a lot of his time to understand Atmopadesha Shadam and put that into pictorial slides, it's really commendable. And we're very privileged. And I was thanking Bina and Sanal to bring that back from America when they visited the exhibition there. 100 is good. And the Narayana Gurukulam story, as I said, started 100 years ago. And this year will also mark the 100th, the centenary of the convention in Varkala too. 99, birth anniversary of Guru Nitya starts on the 2nd of November this year. So again, we go into the 100th year of birth celebration for Guru Nitya. I'm not going to bore you too much, but we do have one. Who knows Swami Thaigisiran? Who is the next successor to Guru Muni? 3 people. Oh, all of a sudden 30 people. It's amazing, isn't it? Yeah? ഇത് വരുമ്പോഴത്തേക്ക് ബോഡി ടൂറിന് അടിച്ച പ്രശ്നമൊന്നുമില്ല കേട്ടോ, കൈകുത്തുന്ന പ്രശ്നമൊന്നുമില്ല. Okay, we've got a video, audio clip from Swami Thaigisiran sent over as thank you, Swami Thaigisiran. Now later on we will have an interactive session where we get a chance to perhaps look a bit closer at some of these slides, perhaps 1 or 2, and encourage discussions around that. Don't be frightened. I didn't know what I was talking about before either. Okay, thank you. That's all I'm going to say. I'm going to hand you back to Shi. Thank you, Shi. Thank you so much, President Mr. Suresh Dharmarajan. Now I would like to invite the General Secretary, Mrs. Geeta Srilal. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ കാര്യം ഈ നമ്മൾ നോട്ടീസ് കണ്ട പോലെ 100 വർഷം ഗുരുകുലത്തിൻ്റെ ആഘോഷിക്കാനായിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പം ശ്രീനാരായണ ഗുരു മിഷനിൽ സെക്രട്ടറി ആയിട്ടുള്ളതിന് ശേഷമുള്ള ആദ്യത്തെ ഇവൻറ്റ്. അപ്പോൾ ആ ആദ്യത്തെ ഇവൻറ്റിൽ തന്നെ ഒരു ചരിത്രപരമായ ഒരു ഇവൻ്റ് ആയതിൽ ഐ ആം സോ ഹാപ്പി. ഈ ഇവന്റ് ഇന്ന് നടക്കാൻ വേണ്ടി ഇതിന്റെ പിറകിൽ ഒരുപാട് ഹാർഡ് വർക്ക്സ് ഉണ്ട്. ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് പറയാൻ അറിയത്തില്ല, അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ കൂടുതലായിട്ട് അറിയത്തില്ല. അത് അറിയില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടും ഇല്ല. സോ ഐ എം ഓണിങ് അപ്പ്. എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഐ എം ഗോയിങ് ടു ടെൽ യു മൈ എക്സ്പീരിയൻസ് വിത്ത് ഗുരു. ഞാൻ എങ്ങനെയാണ് ഗുരുവിനെ അറിഞ്ഞതും അതിനെ പറ്റിയുള്ളതാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം, ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ ദുബായിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വിളക്ക് കത്തിക്കാനും ഇങ്ങനെ അമ്പലത്തിൽ പോകാനൊന്നും അന്ന് കഴിയത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് അമ്പലങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നു, ഇങ്ങനെ നാരായണ ഗുരു എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ടായിരുന്നു, നമ്മൾ ഈഴവ സമുദായത്തിന് അത് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു എന്നൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നു.
അങ്ങനെ ഞാൻ കുറേ പഠിച്ചിരുന്നു. എഡ്യൂക്കേഷൻ്റെ വാല്യൂ അച്ഛൻ എന്നെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ കല്യാണം കഴിച്ചു പോയ വീട്ടിൽ അവർ ഭയങ്കര ഗുരുഭക്തരായിരുന്നു. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഈ ഗുരു ആരാണെന്നൊക്കെ പഠിച്ചത്. അപ്പോൾ ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഫണിയാണ്. സോ എൻ്റെ ഈ ഒരു സ്പീച്ച് ആയിരിക്കും ലൈറ്റ് കേട്ടോ, നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാനൊക്കെ കാണും, ബാക്കിയെല്ലാം ശ്രദ്ധിച്ചിരുന്നോളാം. സോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലുള്ളൊരു കുറേ പേരൊക്കെ മിഥുനം പടം കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ അതിലൊരു ഇതുണ്ട്, എന്തുവാണ് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകുന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഹണിമൂണിന് പോകുന്നത്. എവിടെയാണ് പോകുന്നത്? ഊട്ടി. വാവ്, I was only 19. ഞാൻ ആലോചിക്കുന്നു, ഊട്ടിയിലൊക്കെ പോകുന്ന പടത്തിലൊക്കെ കാണുന്ന പോലെ ഷോളൊക്കെ കിട്ടുക, നല്ല മഞ്ഞൊക്കെ ഉള്ള അതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഊട്ടിയിൽ പോകുന്നത് ഹോൾ ഫാമിലി ആയിട്ടാണ്. വി വർ ഗോയിങ് ആസ് എ പിക്നിക്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, 10-20 ആൾക്കാരുണ്ടായിരുന്നു, ഒരു വാനിൽ പോകുന്നു. അപ്പോഴും എനിക്കറിയില്ല ഞങ്ങൾ ഊട്ടിയിൽ എന്തിനാണ് പോകുന്നതെന്നുള്ളത്. അത്ര നൈവായിരുന്നു ഞാൻ. അപ്പോൾ എന്തിനാ പോകുന്നത്? സോ ഊട്ടിയിൽ നമ്മൾ പോകുന്നത് നിത്യചൈതന്യെ കാണാൻ, നിത്യചൈതന്യയുടെ ബ്ലെസ്സിങ്സ് വാങ്ങാൻ. എനിക്കറിയില്ലായിരുന്നു. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് എൻകൗണ്ടർ. അപ്പോൾ ഞാൻ അവിടെ പോയി നിത്യചൈതന്യെ കണ്ടു, ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. അപ്പോഴും എനിക്കറിയില്ല ഇദ്ദേഹം ഇത്രയും വലിയൊരു ഗുരുവാണെന്നും ഇത്രയും ബുക്സ് എഴുതിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോയി ബ്ലെസ്സിങ്സ് വെച്ചു. തിരിച്ചു ഇവിടെ വന്നു. നിത്യചൈതന്യ ഞങ്ങൾ ഇൻലോസിൻ്റെ ഹൗസിൽ വരുമായിരുന്നു. അപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭയങ്കര ഭക്തരായിരുന്നു. പിന്നെ എന്നെ ഇതിലോട്ട് നയിച്ചത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ബ്രദറുണ്ടോ മിസ്റ്റർ അശോക് കുമാർ, എനിക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു ഗുരുശിഷ്യ ബന്ധം പോലെ എന്നെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു, എന്നെ ഈ മിഷനിലേക്ക് കൊണ്ടുവന്നു. കുറേ കൊച്ചു വോളണ്ടറി കാര്യത്തിലൊക്കെ എന്നെ ഇൻവോൾവ് ആക്കി. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ കെയിം ടു നോ നിത്യചൈതന്യ ഗുരു. ഇപ്പം ഞാൻ പുറകിലോട്ട് ആലോചിക്കുമ്പം എത്ര പേർക്ക് ഈ തേർഡ് ഗുരുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടി കാണും. സോ ഐ ടേക്ക് ഇറ്റ് ആസ് എ പ്രിവിലേജ്. പിന്നെ എൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻലോസ് ഫാമിലി, അവർ നടരാജ ഗുരുവിനെയും കണ്ടിട്ടുണ്ട്. സോ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സിസ്റ്ററുണ്ടോ, അവർക്കെല്ലാം പേരിട്ട നടരാജ ഗുരുവാണ്. സോ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പം എൻ്റെ സർനെയിമിൻ്റെ ബാക്കിൽ നടരാജ ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. സോ ഐ എം നോൺ ആസ് മിസ്സസ് ഗീജ ശ്രീലാൽ. അപ്പോൾ അതെനിക്കൊരു പ്രൗഡ് മൊമെന്റ്. ഇനി ഞാൻ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ ദൈവദശകവും എല്ലാവർക്കും ഉണ്ടെങ്കിലും ഹൗ വി ഗോയിങ് ടു ബ്രിങ് ദാറ്റ് ഇൻ ടു മിഷൻ. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതൊന്നാണ് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന വില. അതിപ്പോൾ എത്ര കാശുകാരനായിട്ടില്ലെങ്കിലും ആദ്യം നമ്മൾ നോക്കണം, ഇസ് ഹി എഡ്യൂക്കേറ്റഡ്? പിന്നെ വൃത്തി. ഒരാളെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അവർക്ക് വൃത്തി വേണം, അല്ലേ? ഒരു മുഷിഞ്ഞ വേഷത്തിലോ ഒരു എന്താ പറയുക, ഒരു സ്മെല്ലി വേഷമായിട്ട് നമ്മളത്, ഈവൻ ഇഫ് ഹി ഈസ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ്, PhD ഉണ്ടെങ്കിൽ ഗിവ് ഹിം എ വാല്യൂ. അപ്പോൾ അത് നമ്മളെ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വൃത്തി ടു സ്റ്റാർട്ട് ഫ്രം യുവർ കിച്ചൺ ആൻഡ് നമ്മൾ കൊണ്ട് നടക്കുന്ന രീതിയിലല്ല. അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾസ്. പിന്നെ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ എത്ര കാശുകാരനായിരുന്നെങ്കിലും വെൻ യു സ്റ്റാർട്ട് സ്പീക്കിംഗ്, അപ്പം നമുക്ക് മനസ്സിലാവും അവർക്ക് എത്ര എഡ്യൂക്കേഷൻ നമ്മൾ telling you, നിങ്ങൾ PhD ചെയ്യൂ, മാസ്റ്റേഴ്സ് ചെയ്യൂ. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ആം സേയിങ്. എഡ്യൂക്കേഷൻ കം വിത്ത് എക്സ്പീരിയൻസ് ടു. ഒരാൾ നമ്മൾ കണ്ട ആ എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ഇസ് ഓൾസോ എഡ്യൂക്കേഷൻ. ആൻഡ് വി ഗീവ് റെസ്പെക്ട്. നമ്മൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ എൻവയൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെടി നടണമെന്നും അതെല്ലാം. സോ വി ആസ് എ ഗുരു മിഷൻ വി ആർ ഓൾസോ ട്രൈങ് ടു ഡു ദാറ്റ്. നമ്മുടെ വൈൽഡ് ലൈഫ് പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? നമ്മൾ എന്തിനാണ് ചെടി നടുന്നതൊക്കെ? ബിക്കോസ് ഇൻ ഇയേഴ്സ് ടൈം ഈ ചെടികളൊന്നും നട്ടില്ലെങ്കിൽ there will be a time when we don't have oxygen. നിങ്ങൾ ആരെങ്കിലും കണ്ടെന്ന് അറിഞ്ഞൂടെ? There was one documentary that said there was, say, 20-30 years later we have to buy oxygen. Can you imagine a life like that? നമുക്കൊന്ന് ചിരിക്കണമെങ്കിലും we are using oxygen. നമുക്കൊന്ന് ഏമ്പക്കണമെങ്കിലും these are things that we take for granted. But if you don't plan now, how are we going to save the future? അപ്പോൾ that's one thing. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട ഒരാളാണ് ഗുരു. ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇഫ് യു വോണ്ട് ബ്രിങ് എ ചേഞ്ച് ടു അവർ ഓഫീസ്, നമ്മളെന്താ സ്മാർട്ട് അച്ചീവ്മെന്റ്സും PDSAയും പ്ലാൻ ടു ആക്ട്, ഇതൊന്നും ഇല്ലാതെ ഗുരു എങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, how did he foresee all this? He made a change among our community without having management degree, nothing. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? അപ്പോൾ ഇഫ് ഹി ക്യാൻ സീ ദാറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും മാറ്റം വരുന്നുണ്ടെന്ന്, വി ഷുഡ് ഡു അവർ ബിറ്റ്.
at least now, to protect the future. പിന്നെ എന്തോ പറയാനുള്ളത്? I mean, my speech is small. I don't have much to say, and I'm new to this. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, the only thing, take home message I would say is, if you don't know anything, just own up, don't. It's not too late to learn. We're all here to learn. ഇപ്പം നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ ഇവിടെ ഇത്ര ഇട്ടിരിക്കുന്ന ഈ സ്ലൈഡ്സ്, I haven't got a clue. I've learned one today. Okay, thanks to Praveen, he explained. അതുപോലത്തെ ക്ലാസ്സസ് ഇനിയും വേണം, so we can learn more. So learning is by sharing. So what you know, you teach somebody else. What I don't know, I will learn from someone. And I have no shame in teaching people, and I have no shame in accepting that I don't know anything. With that, I'm going to end my speech. Thank you. Thank you, Gigi Chechi. That was a really good eye-opener as well. Thank you. Next, I would like to invite the Social and Arts Secretary, Mr. Suresh Gangadharan. Guru Brahma, Guru Vishnu, Guru Deva Maheshwara, Guru Sakshat Param Brahma, Tasmai Shri Gurave Namaha. Om Shanti Shanti Shanti. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ സർവീസ് ആൻഡ് ആർട്സ് സെക്രട്ടറി ഓഫ് ശ്രീനാരായണ ഗുരു മിഷൻ UK. ഞാൻ ഇന്നിവിടെ എൻ്റെ എക്സ്പീരിയൻസും ഇന്ന് ഈ ഗുരുകുല സെൻറ്റിനറി സെലിബ്രേഷൻ ഇന്നിവിടെ ഇത് നടക്കാനുണ്ടായ കാര്യവും കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി എൻ്റെ വാട്സപ്പിൽ സ്വാമി തന്മയുടെ ഒരു ഇൻവിറ്റേഷൻ ഇംഗ്ലീഷിൽ വന്നു. നോക്കിയപ്പോൾ ഗുരുകുലം സെൻറ്റിനറി സെലിബ്രേഷൻ ഇൻവിറ്റേഷനാണ്. അപ്പം ഞാനത് നോക്കിയപ്പോൾ അത് PDF ഫയൽ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചൊരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വിളിക്കുന്ന ഒരു ലൈക്ക മൊബൈലുണ്ട്, അതിലും ഒരു മെസ്സേജ് കണ്ടു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാമിയെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടിയില്ല. രണ്ടാമത് സ്വാമി റെക്കോർഡിംഗ് മെസ്സേജ് വന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഗുരു സ്വാമി തന്മയ എന്നോട് പറയുന്നു, നമ്മളെല്ലാവരെയും അണ്ണ എന്നാണ് വിളിക്കുന്നു. അണ്ണ, നാരായണ ഗുരുകുലം ഉണ്ടായിട്ട് 100 വർഷം ആകുന്നു. മറ്റ് പല ഭാഗങ്ങളിലും അതിൻ്റെ ആഘോഷം നടക്കുന്നു. ശ്രീനാരായണ ഗുരു മിഷനിലും ഇവിടെ അത് നടത്തണ്ടേ? അതുകൊണ്ട് അണ്ണൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. മറ്റുള്ള എല്ലാവരും അതിന് കൂടെ വന്നോളും. ഇതാണ് എനിക്ക് കിട്ടിയ സ്പാർക്ക്. ഞാൻ അപ്പോൾ തന്നെ സനലിന് ഫോൺ ചെയ്തു. സനൽ ആ പ്രാവശ്യം എടുത്തില്ല. തിരിച്ച് സനൽ എനിക്ക് ഈവനിങ്ങിൽ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ സനൽ പറഞ്ഞ മറുപടി, അണ്ണാ എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു, അതെങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിരിക്കുന്നു, നമുക്ക് അത് മറ്റുള്ളവരായിട്ട് സംസാരിക്കാം. ഞാനത് കഴിഞ്ഞിട്ട് ശ്രീമാൻ സുഭാഷ് ഗുരുധർമ്മ പ്രൊപ്പഗേഷൻ ചെയർമാന് ആയിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ ഒരു ഇതായിരുന്നു. ഉടനെ സുരേഷ് ധർമ്മരാജൻ നമ്മുടെ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ
അണ്ണാ മറ്റുള്ളവരോട്ട് ആലോചിച്ചൊരു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗുരുജയന്തി ഓണാഘോഷ സെലിബ്രേഷൻ്റെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ചുമതലയെല്ലാം എൻ്റെ എന്നിലായിരുന്നു. അപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് നിർബന്ധപ്രകാരം ഒരു സബ് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയായിരുന്നു. അതിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ ഉള്ളവരും എല്ലാ സബ് കമ്മിറ്റിയിലുള്ളവരും മറ്റുള്ളവരെയും എല്ലാം ഞാൻ ഇൻവോൾവ് ചെയ്തു. എൻ്റെ ഉദ്ദേശം ഗുരുജയന്തി ഓണസദ്യ വിജയിപ്പിക്കുന്നതോടൊപ്പം ഇത് അവതരിപ്പിക്കുക ഇതായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഈ സബ് കമ്മിറ്റിയിൽ വന്നു. മറ്റുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ഈ ഒരു കാര്യം ഞാൻ അവതരിപ്പിച്ചു. ആദ്യമായിട്ട് സുഭാഷ് അതിന് അനുകൂലമായിട്ടും അത് നമ്മുടെ ഒരു കർത്തവ്യമാണ്, ശ്രീനാരായണ ഗുരുമിഷൻ്റെ ഒരു കടമയാണ്, നമ്മളും ഇവിടെ അത് ആഘോഷിക്കണം. അതിനെക്കുറിച്ച് സുഭാഷ് കാര്യമായിട്ട് പറഞ്ഞു. മറ്റുള്ള സനലും മറ്റുള്ളവരെല്ലാം അതിന് അനുകൂലമായിട്ടുള്ളൊരു ഇതാണ് ഒന്ന്. അങ്ങനെ ആ സബ് കമ്മിറ്റിയിൽ ഐകകണ്ഠേന അത് പാസ്സാക്കുകയും അതിൻ്റെ പരിണത ഫലമായിട്ട് ഇത് മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സായി വന്നാലല്ലേ നമുക്ക് ഗുരുമിഷൻ്റെ പേര് നടത്താം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജനറൽ സെക്രട്ടറി നമ്മുടെ ബൈജു ശാന്തശീലനോട് സംസാരിച്ചു. EC-ക്ക് തുടങ്ങുന്നതിന് മുമ്പ് EC-യിൽ അത് അവതരിപ്പിച്ചു. എല്ലാവരും അതിനെക്കുറിച്ചൊരു അനുകൂലമായിട്ടുള്ള ഭൂരിഭാഗം എന്നായി പറഞ്ഞില്ല, ഏതാണ്ട് മെജോറിറ്റിയിൽ അതിനൊരു അനുകൂലമായ ഇത് വന്നു. അത് പിന്നെ ഒരു ഡേറ്റ് തീരുമാനിക്കണം. അപ്പോൾ ആ ഡേറ്റ് ഏത് ഡേറ്റാണുള്ള ആ തീരുമാനം ജനറൽ സെക്രട്ടറി അന്ന് ഇരുന്ന ജനറൽ സെക്രട്ടറി ബൈജു ശാന്തശീലനോട് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ ഇതും എല്ലാം വെച്ചിട്ട് നമുക്ക് 20 നവംബർ, അതായത് ഇന്നത്തെ ദിവസം നമുക്കത് നടത്താം എന്ന് ബൈജു ശാന്തശീലൻ, ഇന്നത്തെ വൈസ് പ്രസിഡന്റ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഈ കാണുന്നതൊന്നുമല്ല, ഇല്ലായിരുന്നു. ഇത് ഈ നമ്മൾ ഗുരു നിത്യ ചൈതന്യ ഈ UK-യിൽ വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പഴയ തലമുറകൾ പലരുടെ ഉണ്ട്. അവരുടെ മക്കളുണ്ട്, ചെറുമക്കളുണ്ട്. ജീജ പറഞ്ഞ കണക്ക് അവർക്ക് ഉണ്ടായ ഓരോ എക്സ്പീരിയൻസും പരസ്പരം കൈമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരു ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായപ്പോൾ ഗുരു നിത്യ ചൈതന്യയുടെ പാദസ്പർശം പല പ്രാവശ്യം ഏറ്റിട്ടുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, ഞാൻ സ്കെഫിംഗ്ടൺ റോഡിൽ 47 താമസിക്കുന്ന കാലം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഓർമ്മ ശരിയാണെങ്കിൽ 85 കാലഘട്ടമാണ്. ഗുരുനിത്യ അന്ന് ഇവിടെ വന്നു ഭരതാനങ്ങളുടെ വീട്ടിൽ താമസിക്കണം, സെയിം ഒരു 10 വീടിൻ്റെ പുറത്ത്. അപ്പോൾ അന്നത്തെ ഗുരുനിത്യയുടെ ഡ്യൂട്ടീസൊക്കെ അവിടെ പോകുന്നു. അപ്പം ഞാൻ അന്നൊക്കെ ട്രിനിറ്റി സെൻ്ററിലെ പ്രയറിലും മറ്റുമൊക്കെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഇവിടെ നിന്നില്ല പ്രവർത്തനത്തിലുണ്ട്. പലരും ചോദിച്ചു ഗുരു നിത്യം വന്നിട്ട് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നെങ്കിലും ഗുരു ഇന്ത്യയുടെ ചില ആർട്ടിക്കിളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും 2-3 ചോദ്യശരമൊക്കെ ആയിട്ടാണ് മനസ്സിൽ വെച്ചിട്ട് ചെല്ലുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ചെന്ന് ഗോപാലങ്കിള്, ബീനയുടെ അച്ഛൻ, അങ്ങനെ കുറച്ച് ഡ്യൂട്ടീസൊക്കെ അവിടെ ഇരിക്കുന്നു. ചെന്ന് കയറി ഗുരു അവിടെ ഇരിക്കുന്നു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എന്നെ അടിമുടിയെന്ന് നോക്കി. ആ മുഖം കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിലിരുന്ന ഒരു ചോദ്യം എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. അതാണ് സത്യം. എനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ സ്പാർക്ക് അതാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം വല്ലതും ചോദിക്കണ്ടെന്ന് ചോദിക്കുന്നു. ആരും ഉണ്ടില്ല. എൻ്റെ നേരെ ചോദിക്കുന്നു, എന്താ സുരേഷിന് വല്ലതും ചോദിക്കാനുണ്ടോ? അപ്പോൾ ഞാൻ പല ചോദ്യങ്ങളുമായിട്ടാണ് ചെന്നത്.
എനിക്ക് ഒന്നും ചോദിക്കാനില്ല, എങ്കിലും ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഗുരു ഇപ്പം ഈ വിസിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വന്നതിൻ്റെ? നല്ല ചോദ്യമല്ലോ. ഞാനിവിടെ പലപ്പോഴും പറയും, ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നെ ഒരു ഗുരുവായിട്ട് കാണുന്നു. ആരും ഇതുവരെ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ കാര്യം പറഞ്ഞാൽ വന്നത് നിങ്ങളെല്ലാവരും കാണാനും ഇവിടുത്തെ അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു, ഗുരു പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ഒരു ഇത് തന്നു. അവിടെ നിന്ന് തൊട്ടാണ് എനിക്ക് എന്തോ ഒരു ഇത് വന്ന്, പിന്നീട് ട്രിനിറ്റി സെൻറ്ററിലാണല്ലോ മന്ത്ലി പൂജ. എല്ലാ മാസവും പോയില്ല, പിന്നെ എല്ലാ മാസത്തിലെ മന്ത്ലി പ്രേയർ ഞാൻ അവിടെ പോയി തുടങ്ങി. അതിനുശേഷം ഗുരു നിത്യ പലപ്പോഴും വരുമ്പോഴെല്ലാം ഗുരുവായിട്ട് കാണും. രണ്ടാമത്തെ യാത്ര വരുന്നത് ഞാൻ നമ്മൾ കൂടുതൽ അടുക്കുന്നത് ട്രിനിറ്റി ഹാളിലാണ്. ട്രിനിറ്റി ഹാളിൽ ജയവിജയൻ മാഷും ഗുരുനിത്യയും വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിൽ പല ക്ലാസ്സുകളും കഴിഞ്ഞ് നമ്മളത് ദൈവദശകം അശോകമാനക്കര് യേശുദാസ് പാടിയ ട്യൂണിലാണ് ഞാനും പ്രാർത്ഥിക്കുന്നതും അന്നൊക്കെ ഇരിക്കുന്നത്. ഇത് പ്രാർത്ഥനയെ കഴിഞ്ഞ് ജയമാഷിൻ്റെ അടുത്ത് ഞാനിരിക്കുന്നു. ഗുരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദശകം പ്രാർത്ഥനയുടെ ട്യൂണിനെ കുറിച്ച് കീറി മുറിച്ച് പറയണം. അതൊരു പ്രാർത്ഥനാ രീതിയല്ലെന്നുള്ളത് ഇരുന്നു പോയി ഞാൻ. അപ്പോഴെന്നെ തോന്നുന്നു ഗുരുവിന് സംഗീതത്തിലും ഇത്രയും പരിജ്ഞാനമുണ്ട്. നമുക്ക് ആർക്കും പറഞ്ഞുകൂടെ അതൊരു പ്രാർത്ഥനാ രീതിയല്ലെന്ന്. അങ്ങനെ ഞാൻ ജയമാഷിനെ ചോദിച്ചു, മാഷേ ഇത് ഗുരുവിന് അത് സത്യമാണ്. അത് യേശുദാസന് ആദ്യമായിട്ട് ഗുരുനിത്യയാണ് കത്തെഴുതി ചോദ്യം ചെയ്തത്. കാര്യം ഇത്രയും അറിവുള്ള ഒരു ദാസേട്ടൻ അത് പ്രാർത്ഥന ഇതിൽ ഇത് ഈ രീതിയിൽ കമ്പോസ് ചെയ്ത് പാടിയതിനെ കുറിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ മാറ്റങ്ങൾ വരുത്തിയതും ഈ പ്രാർത്ഥന. രണ്ടാമതെന്ന് പറയുമ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നതില്ല, രണ്ടുമൂന്ന് കറക്ഷൻ ചെയ്തു. ഈ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സൃഷ്ടാവല്ല സ്രഷ്ടാവ്, സൃഷ്ടിക്കുന്നവനാ സ്രഷ്ടാവ് എന്നാണ് പറയുക. അതാണ് നമ്മൾ കറക്റ്റ് ചെയ്തത്. അതുപോലെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും നീയും എന്നുള്ളിലാകണമെന്നാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. ഗുരു കറക്റ്റ് ചെയ്തത് അതെല്ലാവരും അറിയാണ്. ഇത് എൻ്റെ പ്രാർത്ഥനയല്ല, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ഏത് ലോകത്തെ ഏത് ചരാചരങ്ങളും ജീവജാലങ്ങളും കൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നിലുള്ളിലല്ല, നീ എന്ന പരമാർത്ഥത്തിൽ എനിക്ക് അറിയുമാറാകണം. ഇങ്ങനൊരു കറക്ഷനുകൾ പല പ്രാവശ്യവും എനിക്ക് തന്നു. അതിൽ കൂടിയാണ് ഇതിന് ശേഷം ഇവിടെ വന്ന പല ഗുരുക്കന്മാരിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസ് പ്രാർത്ഥനയിലെല്ലാം ഉണ്ടായി. അത് കൂടാതെ ഏറ്റവും പ്രാധാന്യപ്പെട്ട പറയുന്നത്, നിങ്ങളെല്ലാവരും ഈ ആത്മോപദേശ ശതകം കണ്ടു കാണും. ഇത് ഇവിടെ നിന്ന് ഉദയം കൊണ്ടതാണ് ഈ ആത്മോപദേശ ശതകം. കാരണം ഗുരു മുനിപ്രസാദ് സ്വാമിയുടെ കുറച്ച് കൂടുതൽ കാലം ഉണ്ടായിരുന്ന സമയത്ത് ഞാനായിട്ട് പല കാര്യങ്ങൾ, പല സ്തോത്രകൃതികൾ അർത്ഥവും ആശയം ചോദിക്കും. ഓരോ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ബുക്കുകൾ എനിക്ക് തരുമായിരുന്നു ഒരു നാട്ടിൽ നിന്ന് വരുമ്പോൾ. ഗംഗാരംഗിൾ ഉദയൻ്റെ അച്ഛൻ ഇവിടെ കൂടെ വരുന്ന സമയം കാണും. ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോട് പറഞ്ഞ്, തമ്പി എന്നൊന്ന് സ്വാമിക്കടെ പറയും, നമുക്ക് ഗുരുനിത്യയുടെ ആത്മോപദേശം ദഹിക്കുന്നില്ല, നമ്മൾ സാധാരണപ്പെട്ടവരാണ്, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് എഴുതി തരാൻ. അങ്ങനെ ഇത് ഞാനവിടെ കിച്ചണിരിക്കുമ്പോൾ സ്വാമി അങ്കിളും ഇട്ടേക്കുമ്പോൾ എൻ്റെ കൂടെ എന്നോട് പറയുന്നത്, തമ്പി എന്ന് പറയാം. അങ്ങനെ ഗുരു മുനിപ്രസാദ് സ്വാമി എന്ത് നിങ്ങൾ പറഞ്ഞ്, സ്വാമി ഇങ്ങനെ ഒരു കാര്യമാണ്, നമുക്ക് വിദ്യാഭ്യാസമല്ല, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അനുഭവദേശത്തെ ഒന്ന് ശരിയാക്കി ഒത്തിരി ആലോചിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പിന്നീട് അത് തുടക്കമിട്ട് ഫിജിയിൽ ഇരുന്നു കൊണ്ട് ഇതെഴുതി ഇവിടെ അയക്കും. ഇവിടുത്തെ മന്ത്ലി പറയൽ ഞാനും അങ്കിളുമായിട്ടാണ് ഇത് സ്പീച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ആത്മോപദേശിച്ചത് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഇന്ന് ഞാനും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗുരുവിൻ്റെ അറിവ് മഹാസാഗരമാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന
കാര്യങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഗുരു മുരുപ്രസാദ് സ്വാമികൾ ഇത് കണക്ക് ഗുരുദേവന്റെ എല്ലാ കൃതികളും കീർത്തനങ്ങളും 3 വോളിയമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് സകല ഇതുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ സിമ്പിൾ മലയാളത്തിൽ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാത്തിനും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തതായിട്ട് ഒരു ഭരതനാട്യം പെർഫോമൻസ് ആണ്. So it's going to be Pushpanjali and Ganesh Stuti performed by Jyoti Saji.
Thank you. മംഗളദർശന ദായികേ മായാചിത്രവിധായികേ മംഗളദർശന ദായികേ മായാചിത്രവിധായികേ മൂകാംബികേ ദേവി
ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഗുരുകുലത്തിലെ 100ാമത് ശതാബ്ദിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ കഠിനമായ ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതും ഞങ്ങൾക്കും ദൈവമുണ്ട് എന്ന് സ്വാമി ശിവന്റെ ഒരു ശിലാസ്ഥാപനം നടത്തിയതും എല്ലാം നമുക്കെല്ലാവർക്കും പരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എനിക്കിന്ന് മെയിനായിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു ഗുരുകുലത്തിലെ ത്യാഗരാജസ്വാമിയുടെ കീഴിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള, അതായത് സിംഗപ്പൂർ, കാനഡ, UK, ഇന്ത്യ, ജർമ്മനി, അങ്ങനെ ഒരു 19-20 അംഗങ്ങൾ ഞങ്ങളുണ്ട്. അപ്പം ഈ സ്റ്റഡി ഗ്രൂപ്പ് കൊണ്ട് എനിക്കുണ്ടായ നേട്ടങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ മാതാപിതാക്കൾ പണ്ട് സിംഗപ്പൂരായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 2 കുട്ടികൾ ഉണ്ടായി. എൻ്റെ മൂത്ത എൻ്റെ അണ്ണൻ, ഞാൻ രണ്ടാമത്. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ പപ്പ മരണപ്പെട്ടു. അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്രായമായതിനാൽ 21-22 വയസ്സായതിനാൽ അമ്മയുടെ സഹോദരൻ്റെ നിർബന്ധപ്രകാരം 2ാമത് വിവാഹം കഴിച്ചു. എല്ലാവർക്കും സുപരിചിതനാണ് മിസ്റ്റർ വിശ്വംഭരൻ. പപ്പയോടുള്ള ജീവിതത്തിൽ അമ്മയ്ക്ക് 3ാമതൊരു കുഞ്ഞ് ജനിച്ചു, അതൊരാൺകുട്ടി. അപ്പോൾ ഞങ്ങൾ 2 ആണും 1 പെണ്ണും. യാതൊരു വ്യത്യാസവുമില്ലാതെ പപ്പ ഞങ്ങളെ വളർത്തി. അന്യ ആൾക്കാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് എൻ്റെ പപ്പയല്ലെന്ന്. അപ്പം ഞാൻ ഇന്ന് ഈ ലണ്ടനിൽ വരുവാനും ഞാൻ നേടിയ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം എൻ്റെ പപ്പയാണ്. അതിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എൻ്റെ ദുഃഖത്തിൽ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് പപ്പയുടെ വിയോഗമാണ്. പിന്നെ ഞാൻ വിവാഹിതയായി 2 ആൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എൻ്റെ മൂത്ത പുത്രന് 15 വയസ്സുള്ളപ്പോൾ എനിക്ക് അവനെ നഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവ് വലിയ ദുഃഖത്തിലാണ്. എൻ്റെ മകൻ ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവനിരിക്കുന്നു. അപ്പം ഇതെല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് ദൈവമേ എനിക്കിതെല്ലാം സഹിക്കാനുള്ള ഒരു ധൈര്യം ദൈവം തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ കുടുംബത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ 3ാമത്തെ എൻ്റെ ദുഃഖം എൻ്റെ അമ്മയുടെ വിയോഗമാണ്. എൻ്റെ അമ്മയുടെ പെട്ടെന്നുള്ള മരണത്തിൽ എനിക്ക് എൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടുകാരി കൂടിയായിരുന്നു. ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും അമ്മ അതിനുള്ള അഡ്വൈസ് തരികയും എനിക്ക് ആത്മധൈര്യം തന്നിരുന്നത് എൻ്റെ അമ്മയാണ്. അപ്പം ആ സമയത്ത് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആഹാരം കഴിക്കാനൊന്നും തോന്നില്ല, ഒന്നിനോടും ഒരു ഇതില്ലായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞാൻ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ എനിക്ക് റിഫർ ചെയ്തു, കൗൺസിലിങ്ങിന് റിഫർ ചെയ്തു. കൗൺസിലിങ്ങിന് പോയി 8 ആഴ്ച ഞാൻ കൗൺസിൽ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു. എനിക്കൊരു നല്ലൊരു ശാന്തതയും ഒരു സംതൃപ്തി ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്, സതീഷ് എൻ്റെ വീട്ടിൽ വരികയും പറഞ്ഞു, മാമി ഇങ്ങനെ സ്റ്റഡി ഗ്രൂപ്പിലൊരു
ഇങ്ങനെ ഗുരുമിഷനിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, മാമി ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ സതീശിനെ കാരണമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേരുന്നതും. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ശനിയാഴ്ച രാവിലെ 6 തൊട്ട് 8 മണി 2 മണിക്കൂർ സ്വാമി ഞങ്ങളെ ഓരോ ശ്ലോകങ്ങൾ പഠിപ്പിക്കുകയും അതിനെ വിശദീകരണം തരികയും ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വാമി ഒരിക്കൽ പറയുന്നുണ്ടായി, നമ്മളുടെ ദുഃഖങ്ങളെല്ലാം ഞങ്ങൾ ഒരു പാമ്പിനോട് ഉപമിച്ചാൽ അത് വലിയ ദുഃഖമായി മാറും. അതേസമയത്ത് ഒരു പുഷ്പത്തിനോട് ഉപമിക്കുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരോരോ പ്രയാസങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യുകയും എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. ഈ സ്റ്റഡി ഗ്രൂപ്പിന് ജോയിൻ ചെയ്തതിന് ശേഷം അങ്ങ് നമ്മളെ ഈ ഏതൊരു കുടുംബം എടുത്തു നോക്കിയാലും 100% നമ്മൾ സന്തുഷ്ട കുടുംബം ആരും എന്ന് പറയില്ല. ഞാൻ 100% സന്തുഷ്ടരാണ്. നമുക്ക് സുഖദുഃഖങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ പഠനത്തിൽ കൂടി എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പഠിക്കും തോറും അറിവുകൾ വർദ്ധിക്കും. നമ്മൾ ആരും എല്ലാം അറിവ് തരുന്നവരാരുമില്ല. അപ്പം ഈ സ്റ്റഡി ഗ്രൂപ്പിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ചേർന്നത്. പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ഒരു 10ാമത് ദാനദർശത്തിൽ 10ാമതൊരു ചാപ്റ്റർ കൂടി വായിക്കണമെന്ന് സുഭാഷ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് വായിച്ച അതിൻ്റെ വിവരണം ഒന്ന് വായിക്കുന്നതായിരിക്കും. ദാനദർശനം ചാപ്റ്റർ 10. യത് ഫാസ്യതേ തദസ്ത്യസ്തം അനന്യസ്തം ന ഫസ്യതേ യദസ്ത്യസ്തം തദസദ പ്യനത്യസദം സദേവ തത്. അപ്പൊ പരമമായ സത്യത്തിന്റെ അഥവാ ആത്മാവിന്റെ സ്വരൂപം കേവലം അറിവ് മാത്രമാണെന്ന് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ശങ്കരാചാര്യർ അധ്യാസത്തിന്റെ നിർവചിക്കുന്നത് അദസ്മിൻ തത് ബുദ്ധി എന്നാണ്. ഒരു വസ്തു വാസ്തവത്തിൽ യാതൊന്നല്ലയോ അതാണ് എന്ന് തെറ്റായി ധരിക്കുന്നതാണ് അത്യാസം എന്നർത്ഥം. അതിന് ഉദാഹരണമായി സ്വാമിയുടെ വ്യക്തമാക്കുന്നത്, നമ്മുടെ മുന്നിൽ ഒരു നിലവിളക്ക് ഇരിക്കുന്നു. വാസ്തവത്തിൽ അതിലുള്ള സത്യം ഓട് എന്ന ലോകം മാത്രമാണ്. ഓടിന് മാത്രമേ ഉണ്മയുള്ളൂ. ഓടിന് തൽക്കാലത്തേക്ക് കൊടുത്ത ഒരു രൂപവിശേഷം മാത്രമാണ് വിളക്ക്. വിളക്ക് എന്ന ഒരു വസ്തു ഇല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ വിളക്ക് അസത്താണ്. അസത്തെന്ന് പറഞ്ഞാൽ സ്വന്തമായി ഉണ്മയില്ലാത്തത്, എന്നാൽ ഉണ്ടെന്ന് തോന്നൽ ഉളവാക്കുന്നതും എന്നർത്ഥം. സത്തായിട്ടുള്ളത് ലോകം മാത്രമാണ്. ലോകം എന്ന സത്യത്തിൽ ആരോപിച്ചിരിക്കുന്ന രൂപമാണ് വിളക്ക്. ലോകത്തെ കാണാതെ വിളക്കിൻ്റെ സത്യമായി കരുതാനിടയായി പോകുന്നു. അങ്ങനെ ആരോപിക്കുന്നതിനെയാണ് അത്വസ്ഥം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് വിളക്ക് അത്വസ്ഥമാണ്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുരീയം എന്നിങ്ങനെയുള്ള എല്ലാ ഭാനങ്ങൾക്കും അവയുടെ സാമാന്യ വിശേഷങ്ങൾ എന്ന രൂപങ്ങളും എല്ലാം അത്യസ്തമാണ്. ഓട് എന്ന ലോകത്തിൽ അത്യസ്തമായതാണോ വിളക്ക്, അതുപോലെ ഏത് അനസ്ഥയ്ക്കും മായ സത്യത്തിലാണ് സ്ഥൂല, സൂക്ഷ്മ, കാരണരൂപത്തിലുള്ള സമസ്ത പ്രപഞ്ചവും അത്യസ്തമായിരിക്കുന്നത്. അതാണ് ആത്മാവ്. അത് ഇന്നതാണെന്ന് പറയാൻ നാവില്ല. ഉള്ളത് അത് മാത്രം. സദൈവ തത് എന്നേ പറയാനാകൂ. സദൈവ തത് എന്നത് സുപ്രസിദ്ധമായ ഓം തത് സത എന്ന വേദാന്ത വാക്യത്തിന്റെ മറ്റൊരു രൂപം തന്നെയാണ്. തത് എന്നത് ബ്രഹ്മത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അനസ്തസ്യമായ ആ സത്വസ്തു തന്നെയായ ചിത്തസ്തുവാണ് ബ്രഹ്മമെന്ന് സാരം. ബ്രഹ്മമാണ് ഞാനെന്ന് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കണം. വ്യത്യസ്തമായ സകല ഭാവരൂപങ്ങളിലും അധിഷ്ഠാനമായിരിക്കുന്ന അനസ്തസ്യമായ പൊരുളായിട്ട് തത് തന്നെയാണ് ഓരോ വ്യക്തിയിലും അകമായി അഥവാ ആത്മാവായി സ്ഫുരിക്കുന്നത്.
സ്വാമി അവസാനം പറയുന്നു, ഇങ്ങനെ തത്തിനെയും ആത്മാവിനെയും സമീകരിക്കുന്ന ഒരു സമവാക്യമാണ് ദർശനമാലയുടെ പതക്കമായിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് വേണം ഈ മാലയെ ധന്യമായി എടുത്ത് അണിയിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ഷമയോട് കേട്ടിട്ടുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട് കേട്ടോ. ഈ എക്സിബിഷൻ ഹാസ് എ സ്റ്റോറി ഓഫ് ഇറ്റ് സെൽഫ്. Salana has a story of how this exhibition came about, where these pictures came from, all of this. So take 2 minutes to listen. You can start walking after that. Get some food, but once you get your food, please come and have a look at it. We can have a discussion afterwards. We had a very good discussion all day. Salana, please. നമ്മളിപ്പോൾ ഈ ഇമേജസ് ഇങ്ങനെ നോക്കുമ്പോൾ it looks good, doesn't it? Looks good, yeah? The artist, his name is Andy Larkin, what he specifically requested is, go up there, look at some images in detail and see what you get. എല്ലാ ഈ ചിത്രമില്ലേ, ഇത് ഒറിജിനൽ ചിത്രമാണ്. അപ്പോൾ ഒറിജിനല് എല്ലാ പേജിലും ഈ ആൻഡി ലാർക്കിൻ നമ്മൾ ഈ പേപ്പർ കോപ്പിയിലാണ് തന്നത്. അത് ഹാൻഡിലാണ് അടിയിൽ ഗുരുനിത്യർ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പെൻസിലിൽ എല്ലാ 100 പേജിലും ഹാൻഡിൽ എഴുതിയാണ്. അതിൽ എല്ലാ ചിത്രത്തിലുള്ള നമ്പറുണ്ട്, അത് ശ്ലോകത്തിൻ്റെ നമ്പർ. അപ്പോൾ ആൻറ്റി പറയുന്നില്ലേ, ആ ചിത്രം പോയി നോക്കി ആ വാക്ക് ശ്രദ്ധിച്ചിട്ട് എന്തെല്ലാം കിട്ടുന്നുണ്ട് ആ ചിത്രം. അങ്ങനെ ആൻറ്റികൾ പറഞ്ഞ് ഈ ഒരു സംഗീതം വേർഷനുണ്ട്, ഇംഗ്ലീഷ് മ്യൂസിക് വേർഷൻ, അത് അങ്ങനെ ആദ്യത്തെ 50 ശ്ലോകം അങ്ങനെ ഇട്ട് 30 സെക്കൻഡ് എടുക്കും, 30 seconds for each verse. 47th എത്തിയപ്പോൾ there's a picture there. അതിൻ്റെ മധ്യത്തിൽ ഒരു പൂവുണ്ട്, flower. Around it is all these mirrors and they're all reflecting that one flower. ആ മലയാളം ഇട്ടപ്പില്ലേ പല മതം വന്ന് അപ്പോഴാണ് ഇത് ക്ലിക്കായത്. ഇത് ചുമ്മാ വഴിച്ച് വെച്ചിരിക്കുകയല്ല. ആ മധ്യത്തെ ഒരു പൂ അത് ഈ പല കണ്ണാടി ആ ഒട്ടപ്പൂവിനെ കാണിക്കുന്നു. പക്ഷെ ഈ പല മതവും പൂവിനെ ശ്രദ്ധിക്കുന്നില്ല. They're not focusing on the single real flower. Instead, my religion is better than your religion. Nadi Wadale. So those images, they work. So some of you earlier today have gone to spend some time with it. I promise you, you will get something. And then we can talk about it. Then we can have all sorts of discussions. Appa ammala Guru and what is Guru trying to get at? Guru endarana Kerala, how did he achieve it? We'll start to get an idea how this works. He's deeply gone inside and understand who we really are. നമ്മൾ ആരാണ് സത്യത്തെ ഉള്ളിൽ. നമ്മൾ ഈ വെളിയിൽ കാണുന്ന വേഷം കൊണ്ട് അതൊക്കെയാണ്, പക്ഷെ ഉള്ളിൽ ഒരു സത്യമുണ്ട്. അപ്പൊ ആൻറ്റി ലാക്കി 30 വർഷം എടുത്തിട്ട് ഇത് ഫെയിൽ ചെയ്യുന്ന ഇങ്കാണ്, ഇത് പെർമനന്റ് അല്ല. ആൻറ്റി ലാക്കിന് 30 വർഷം ഇത് പഠിച്ചിട്ട് ഇത് ആലോചിച്ചിട്ട് ഇത് ചിത്രം വരച്ചിട്ട് ഇപ്പോഴും ഹാപ്പി അല്ല. നാരായണ ഗുരുവിന്റെ ശ്ലോകം കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്തത്. Okay? So that's the request. Praveen is suggesting അടുത്ത പൂജയിൽ if anybody wants to, we can have an interactive session. അങ്ങനെ നമുക്ക് ആലോചിക്കാം. Okay? Thank you. Feel free to come up here. There's nothing to worry. Get your food and just be relaxed. We are here to talk about it. So none of us are teachers. We're just students, lifelong students of these verses. So we love to talk about the ideas. What is this behind? So the whole day, morning, we have been talking about it. So we are so charged and excited. So please feel free.
Thank you so much, Dr. Preeta. That was really amazing. Praveen and coordinate to the stage. Please arrive promptly. Quickly. Time is of the essence. Aranodi, Iram and Bodathon. More than Aranodi, man. Guru Brahma, Guru Vishnu, Guru Devo Maheshwara, Guru Sakshat Param Brahma,
Tasmai Sri Gurave Namah. Om Shanti Shanti Shanti. So you gotta excuse me. I'm gonna speak in English, and maybe my mum always complains when I speak in English. Can we change to the yeah? My mum always complains. She's not here today. She's in India now. I finished my studies, so now she's retired. She's back in India, 6 months of the year. But she always complains. She goes, so I'll do a bit of Manglish here. In the Pottamayalathil so this is a bit of impromptu situation we planned. So I'll just talk for 5 minutes or something. Hopefully you won't fall asleep. And I'll pass it to Praveen Anand. So this should be interesting. So I was thinking just starting with a question really, and then I'll just present something, and then it would be nice to get your ideas on this, because it's a good question I think to think about. So we're celebrating 100 years of the Gurukula, and so I just thought I'll put the question up there. What is the Gurukula and why do we need it? So we've got the internet, we've got the books, we've got YouTube. Why do we need the Gurukula? There's thousands of gurus in the world. Everybody's saying the same thing. Everybody's got a philosophy now. Just go to Instagram, everybody's teaching something. Why do we need the Gurukula in this day and age? So I'm just going to leave that. Any idea why we need a Gurukula? Okay, let me put another question. Oh, yeah, go on, there's a hand. എൻ്റെ അനുഭവത്തിൽ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഗുരു ജീവിക്കുന്നുണ്ടല്ലേ ഗുരു എൻ്റെ അനുഭവത്തിൽ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് വളരെ ദുഃഖവും when I was in a lot of pain and suffering, I've been, when I was good with Guru, that just disappeared. So it was like a magic. A Guru knows how to shift your mind from your current state of mind and put you in a positive way, and then they'll lead you to the right direction. You can't do it from a book, it is nice to have a personal relationship with the Guru, so to hold your hand and show you the right way, give you comforting words, and then make you a better person. And I experienced it with both Guru Nitya and Guru Muni and Swami Tagisharan. When you're with them, there's some kind of positive energy that I really felt that change my state of mind in a better, positive attitude about other people. Thank you. That's really nice. But it ties in really nicely with what the auntie before was saying about how she got a lot of benefits from her own self-study, and I think that's really captured in Nitya Guru's book Agorava Vaidyanmar, because it's really interesting to think about the role of the mind in philosophy, because in many ways the Guru is not there just to teach us and give us information. We live in an information world, and we've got enough of that. What we don't get is the human knowledge, because we get told about how to deal with everything around us, how to manage everything around us. What we don't get told is how to manage ourselves. So today, everybody needs a therapy. So you said you get some personal benefit. Everybody needs a therapy, but in Nitya Guru's idea of Abodhva Vaidyanmar, you get lots of medicines and you get a lot of treatments. But still people have problems, and we're not taught in school, we're not taught how to deal with these problems. So what's the aim of education? So in school, what we get taught is called vocational education. We get an education to make sure you get a job.
But the problem for today's generation is they go to school, they get studies, they pass their exam, they get a degree, and they still don't have a job. And so today's generation actually needs this more than the earlier generation where they had some job security. So thank you for that. That's so useful. And did anybody else have anything else to add about? Yeah, the one. There should be one out there. Oh, someone else? Oh yeah. Thank you. Sorry, I feel that I'm talking a lot. But when Beena said all those things, I 100% agree. But there's one that resonated with me, is when she said it makes you a better person. I'm always trying to be a better person. Okay. Some people might disagree that, oh, Subhash, your betterness, it might be different. Okay, but I want to be a better person, right? So I need a guru. I need someone who does the navigation, someone who shows me the light to say a better person. So to go back to your question, my definition would be, I don't know if everyone agrees, but is to give you to make me a better person. A guru, in whichever form a guru is, I think it's going to make you a better person. I'm in there, mate. I'm going with it. Yeah, because it's going to make me a better person. You can't go wrong there. So that's